ഓം ശ്രീ മഹാദേവേ നമഃ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം നമ്മളിന്ന് 91 ശ്ലോകം നോക്കുന്നു. 424 നാമം മുതൽ. തത്വാസന തത്വമയി പഞ്ചകോശാന്തരസ്ഥിത നിസ്സീമ മഹിമാ നിത്യയൗവന. തത്വാസന തത്വമയി പഞ്ചകോശ അന്തരസ്ഥിത നിസ്സീമ മഹിമ നിത്യയൗവന. തത്വാസന എന്ന് പറഞ്ഞാൽ 36 തത്വങ്ങൾ. 36 തത്വങ്ങൾക്ക് ഇരിപ്പിടമായിട്ടുള്ളവർ. തത്വാസന തത്വമയി ദേവിയുടെ വിശേഷണങ്ങളാണ്. അത് താന്ത്രിക വിധിപ്രകാരമുള്ള വിശേഷണങ്ങളാണ് പറയുന്നത്. നേരത്തെയൊക്കെ സ്ഥൂലമായ വർണ്ണനകളായിരുന്നു. അപ്പോൾ തത്വാസന തത്വമയി പഞ്ചകോശാന്തരസ്ഥിത നിസ്സീമ മഹിമാ നിത്യയൗവന മതശാലിനി, ഇത്രയും വിശേഷണങ്ങളുണ്ട്. അപ്പോൾ തത്വാസന എന്ന് പറഞ്ഞാൽ 36 തത്വങ്ങൾക്ക് ഇരിപ്പിടമായിട്ടുള്ളവൾ. ആ തത്വങ്ങൾ ദേവിയുടെ അടിസ്ഥാന ഘടകങ്ങളായിട്ട് പറയുകയാണ്. അതായത് പ്രപഞ്ചത്തിൽ ഓരോ വസ്തുവിനെയും അതാക്കി നിർത്തുന്നതാണ് തത്വം. വേദാന്ത ശാസ്ത്രപ്രകാരം പ്രപഞ്ച പ്രവർത്തനത്തിന് ആധാരമായി കണക്കാക്കുന്ന എല്ലാത്തിനെയും തത്വം എന്നാണ് പറയുന്നത്. വേദാന്ത ശാസ്ത്രപ്രകാരം പറയുന്നതാണ്. അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തിന് ആധാരമായ എല്ലാത്തിനെയും തത്വം എന്ന് പറയുന്നു. ആ തത്വങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, പഞ്ചഭൂതങ്ങൾ, ഷഡാധാരങ്ങൾ, പഞ്ചസൂക്ഷ്മ തന്മാത്രകൾ, പഞ്ചപ്രാണന്മാർ, പഞ്ചവായുക്കൾ, ഇങ്ങനെ 36 ശിവതത്വങ്ങൾ. ആ തത്വങ്ങൾക്ക് എല്ലാം അധിഷ്ഠാനം ദേവി ആയതിനാൽ ദേവി തത്വാസനയാണ്. അതുകൊണ്ടാണ് തത്വാസന, തത്വങ്ങൾക്ക് ഇരിപ്പിടമായിട്ടുള്ളവൾ എന്ന് പറയുന്നത്. ശക്തി ചൈതന്യത്തിൻ്റെ ചേർച്ചയില്ലെങ്കിൽ ഇവയ്ക്കൊന്നും നിലനിൽപ്പില്ല എന്ന് സാരം. ശക്തിയും ചൈതന്യവും ഒന്നു ചേർന്ന് ആ ചേർച്ചയാണ് ഇവയ്ക്കെല്ലാം നിലനിൽപ്പ് നൽകുന്നത്. തത്വമയി, തത് എന്ന പദം കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നവൾ തത്വമയി. തത് 80 ശ്ലോകത്തിൽ ചിതിസ്തത്പദ ലക്ഷ്യാർത്ഥ ചിതേക രസരൂപിണി എന്ന് പറയുന്നുണ്ട്. ചിത് പ്ലസ് തത്ത് എന്നാണ് തത് എന്ന് പറയുന്നത്. അപ്പോൾ തത് എന്ന പദം 80 ശ്ലോകത്തിൽ ആ പദം കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നവൾ, തത് എന്ന പദത്തിൻ്റെ ലക്ഷ്യാർത്ഥമായവൾ എന്നും പറയാം. ഓം തത് സത് തത്വമസി എന്നീ മഹാവാക്യങ്ങളിലെ തത് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ തത് എന്ന് പറയുന്നത് ബ്രഹ്മസ്വരൂപിണി എന്നാണ്. ഇത് 80 ശ്ലോകത്തിൽ ഇതിനെക്കുറിച്ച് ചിതിസ്തത്പദ ലക്ഷ്യാർത്ഥ ചിതേക രസരൂപിണി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അവിടെ ബ്രഹ്മസ്വരൂപിണി എന്നാണ് ഉദ്ദേശിക്കുന്നത്, തത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തത്വമയി, തത് പ്ലസ് ത്വം പ്ലസ് ഐ. ത്വം എന്ന് പറയുമ്പോൾ സ്തോത്രാദികളിൽ ത്വം എന്ന പദം കൊണ്ട് ലക്ഷ്യമാക്കുന്നവൾ ദേവിയെക്കുറിച്ചാണ് പറയുന്നത്. ഐ, സ്നേഹപൂർണമായ സംബോധനയിൽ ഐ എന്ന വാക്കിൻ്റെ രൂപത്തിലുള്ളവൾ. അപ്പോൾ തത്വമയി എന്ന് പറഞ്ഞാൽ തത് പ്ലസ് ത്വം പ്ലസ് ഐ. സ്തോത്രാദികളിൽ ത്വം എന്ന പദം കൊണ്ട് ലക്ഷ്യമാക്കുന്നു. ഐ എന്നതിൽ സ്നേഹപൂർണമായ സംബോധനയിൽ ഐ എന്ന വാക്കിൻ്റെ രൂപത്തിലുള്ളവൾ. തദ് എന്ന പദം കൊണ്ട് ബ്രഹ്മസ്വരൂപിണി ആണ് എന്ന് പറയുന്നു. തത്വമയി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം താന്ത്രിക വിശേഷണങ്ങളാണ്. പിന്നെ പഞ്ചകോശാന്തരസ്ഥിത, 5 കോശങ്ങളുടെ അന്തർഭാഗത്ത് ജീവസ്വരൂപമായി വർത്തിക്കുന്നവൾ. 5 കോശങ്ങൾ ആത്മാവിനെ ആവരണം ചെയ്യുന്ന അല്ലെങ്കിൽ ആത്മാനുഭവത്തെ മറയ്ക്കുന്ന സ്ഥൂല സൂക്ഷ്മ കരണ ശരീരങ്ങളെ വിവരിക്കുന്ന ഒരു പ്രതിഭാസമാണ് കോശങ്ങൾ. ഇവിടെ കോശങ്ങൾ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. നമ്മുടെ ആത്മാവിനെ ആവരണം ചെയ്യുന്ന സ്ഥൂലവും സൂക്ഷ്മവും. സ്ഥൂലം എന്ന് പറഞ്ഞാൽ ബാഹ്യമായത്, സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ ആന്തരികമായത്.
കാരണശരീരങ്ങളെ വിവരിക്കുന്ന ഒരു പ്രതിഭാസം. അതാണ് കോശങ്ങൾ. ഈ കോശങ്ങൾക്ക് പേരുണ്ട്. അന്നമയ കോശം, അത് നമ്മുടെ സ്ഥൂല ശരീരമാണ്, പുറമേ കാണുന്ന ശരീരം. പ്രാണമയ കോശം, പഞ്ചപ്രാണന്മാരും കർമ്മേന്ദ്രിയങ്ങളുമാണ് അതിൽപ്പെടുന്നത്. 5 പ്രാണന്മാരുണ്ട്. ആ പ്രാണന്മാരും കർമ്മേന്ദ്രിയങ്ങളും. പിന്നെ 3ാമത്തെ മനോമയ കോശം, മനസ്സും ജ്ഞാനേന്ദ്രിയങ്ങളും, അതാണ് മനോമയ കോശം. അടുത്തത് വിജ്ഞാനമായ കോശം, ജ്ഞാനേന്ദ്രിയങ്ങളും ബുദ്ധിയുമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. 5ാമത്തെ ആനന്ദമയ കോശം, കാരണശരീരഭൂതമായ അജ്ഞാനം, ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന അജ്ഞാനം, അതിനെയാണ് ആനന്ദമയ കോശം എന്ന് പറയുന്നത്. അപ്പോൾ ആ ജ്ഞാനമില്ലാത്തതുകൊണ്ട് ആനന്ദം, അത് ബാഹ്യമായ സന്തോഷത്തിൽ മുങ്ങിപ്പോകുന്നു. ഇപ്രകാരമാണ് കോശങ്ങളുടെ വിവരണം. ഈ 5 ആവരണങ്ങൾക്കും അതീതയായി സ്ഥിതി ചെയ്യുന്ന ആത്മാവ് തന്നെയാണ് ദേവി എന്ന് വേദാന്തപരമായി അർത്ഥം പറയുന്നു. ശ്രീചക്ര പൂജയിൽ ആരാധിക്കപ്പെടുന്ന 5 മന്ത്രദേവതകളാണ് പഞ്ചകോശങ്ങൾ എന്നും അവയുള്ള ഒരു ആവരണത്തിൻ്റെ ഉള്ളിൽ ബിന്ദു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ചിത് ശക്തിയാണ്. ചിത് ശക്തി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ചിത് പ്ലസ് ശക്തി, ചിത് ശക്തിയാണ് ദേവി എന്നും വിശദീകരണമുണ്ട്. അപ്പോൾ ഇതെല്ലാം താന്ത്രിക വിധിപ്രകാരമുള്ള ദേവിയെക്കുറിച്ചുള്ള വർണ്ണനകളാണ് ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നത്. അടുത്തതോ നിസ്സീമ മഹിമ, പരിമിതിയില്ലാത്ത മഹിമയോടു കൂടിയവൾ. പരിധിയില്ല, അത്രയേറെ ഉത്കൃഷ്ടയാണ്. മഹിമ എന്നാൽ വലിപ്പം എന്നും തേജസ് എന്നും അർത്ഥമുണ്ട്. 2 അർത്ഥത്തിലും ദേവിയുടെ മഹിമ അതിരില്ലാത്തതാണ്. എല്ലാ മഹിമകളുടെയും ഉൽപ്പത്തി സ്ഥാനവും ദേവി തന്നെയാണ്. അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നിത്യയൗവന എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും കാലത്രയത്തിലും യൗവനാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവൾ. ജീവജാലങ്ങളുടെ ഓരോ അവസ്ഥയിലും മറ്റുള്ളവരോടുള്ള ആശ്രയത്വവും മാറി മാറി വരുന്നുണ്ട്. അത് കാലദേശാവസ്ഥയെയും അവലംബിച്ചാണ്. ദേവി കാലദേശങ്ങൾക്ക് ആ അവസ്ഥാഭേദങ്ങളെ ബാധിക്കാത്തതിനാൽ നിത്യയൗവനയായി നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് മതശാലിനി, മതം കൊണ്ട് ശോഭിക്കുന്നവൾ. മതം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാനന്ദ രസാസ്വാദനത്തിൽ മുഴുകി ലഹരി പിടിച്ച അവസ്ഥ, അതാണ് മതം എന്ന് പറയുന്നത്. ഒരു സാധാരണ ജീവനിൽ മതം എന്നത് ദോഷമാണ്. സ്വയം മറന്ന് വാസനാബലത്താൽ അധർമ്മത്തിലേക്ക് നയിക്കപ്പെടാൻ അത് കാരണമാകും. അപ്പോൾ സാധാരണ ജീവന്മാർക്ക് അത്, ജീവാത്മാക്കൾക്ക് അത് ശരിയല്ല, അധർമ്മമാണ്. ആ അധർമ്മത്തിലേക്ക് സ്വയം മറന്ന് വാസനാബലത്താൽ നയിക്കപ്പെടുകയാണ്. ദേവിയിലാകട്ടെ മതം എന്നത് വിശ്വാഹന്തയുടെ പ്രകടനമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം അഹന്ത എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനത്തിൻ്റെ ഒരു പ്രകടനമാണ്. ഒരു ഉത്തമ ഭക്തനിലും ആ ഭാവം ഉണ്ടാകാം. ദേവിയുടെ ഉത്തമ ഭക്തനായിട്ടുള്ള ഒരാളിലും ആ ഭാവം ഉണ്ടാകാം. വിഷയാന്തര സമ്പർക്ക ശൂന്യ ആനന്ദൈക വിഷയ കോവൃത്തി വിശേഷോ മതഃ. മറ്റു ക്ഷുദ്ര വിഷയങ്ങളുടെ സമ്പർക്കമില്ലാതെ ആനന്ദം മാത്രം ഏക വിഷയമായിട്ടുണ്ടാകുന്ന വിശേഷവൃത്തിയാണ് അത് ഭക്തന്മാരിൽ വരുന്ന മതം എന്ന് പറയുന്നു. അതായത് മറ്റ് ക്ഷുദ്ര വിഷയങ്ങളുടെ സമ്പർക്കമില്ലാതെ, ദോഷവിഷയങ്ങളുടെ സമ്പർക്കമില്ലാതെ ആനന്ദം മാത്രം ഏക വിഷയമായിട്ടുണ്ടാകുന്ന വിശേഷവൃത്തി, അതാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം മതം. അതുകൊണ്ട് ശാലിക്കുന്നവൾ, ആ മതം കൊണ്ട് ശാലിക്കുന്ന എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നവൾ. സത്യാനന്ദ രൂപിണി, സത്യാനന്ദ സ്വരൂപിണി എന്നും നമുക്ക് അതിനർത്ഥം പറയാം. അടുത്ത ശ്ലോകം അടുത്ത ദിവസം അതിൻ്റെ അർത്ഥം പറയാം. ഓം ശ്രീ മഹാദേവി നമഃ.